പ്രൈസ് ടു ജീസസ്. അനുഗ്രഹീതമായ നല്ല നിമിഷത്തെ ഓർത്ത് കർത്താവിനെ സന്തോഷമുള്ള ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും കാണാൻ, നിങ്ങളെ ശുശ്രൂഷിക്കാൻ വീണ്ടും ദൈവത്തിൻ്റെ ജീവനുള്ള വചനവുമായി പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് അയച്ച ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഓർത്തും അവിടുന്ന് എനിക്കതിനുള്ള ശക്തിയും ആരോഗ്യവും ബലവും കൃപയും സമയവും ഒക്കെ എനിക്ക് ഒരുക്കി തന്നതിനായും ഞാൻ എൻ്റെ ദൈവത്തെ ആഴമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നും വളരെ വെമ്പലോടെ ഇന്നത്തെ ആലോചന എന്താണ്, ഇന്നത്തെ ദൈവശബ്ദം എന്താണ് എന്ന് കേൾക്കാൻ പ്രാർത്ഥനയോടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ഒന്ന് പറഞ്ഞേ, ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. ദൈവമേ ചെയ്യൂ, ദൈവമേ ചെയ്യൂ. എൻ്റെ ജീവിതത്തിൽ ദൈവമേ ക്രിയ ചെയ്യൂ. ഒന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ജീവിതത്തിൽ ദൈവമേ കർത്തൃത്വം നടത്തും. എൻ്റെ ലൈഫിൽ സാത്താൻ കർത്തൃത്വം നടത്തുകയില്ല. എൻ്റെ ജീവിതത്തെ സാത്താൻ റൂൾ ചെയ്യുകയില്ല. എൻ്റെ ലൈഫിൽ സാത്താൻ ഡിമാൻഡ് ചെയ്യുകയില്ല. എൻ്റെ ലൈഫ് മുഴുവനും ദൈവത്താൽ നയിക്കപ്പെട്ടിരിക്കും. എൻ്റെ ജീവിതവും എൻ്റെ ഭാവിയും എൻ്റെ ചിന്തകളുമെല്ലാം ദൈവത്താൽ നയിക്കപ്പെട്ടിരിക്കും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ ഈ വിർച്വൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ അധികമായി സഹായിക്കട്ടെ. വേഗത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആലോചനയിലേക്ക് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 31-ാമത്തെ അനുഗ്രഹീതമായ തിരുവചനം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാമത്തെ അധ്യായം 31-ാമത്തെ അനുഗ്രഹീതമായ തിരുവചനം. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമര്യ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം ഉണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. ഒന്നും കൂടെ ഞാനത് വായിക്കട്ടെ. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമര്യ എന്നീ ദേശങ്ങളിൽ ഒക്കെയും സഭയ്ക്ക് സമാധാനം ഉണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഗ്ലോറി ടു ജീസസ്. സന്തോഷമുണ്ടോ? ഞാൻ വായിച്ച വചനം കേട്ടിട്ട്, കർത്താവ് തന്ന വചനം കേട്ടിട്ട് സന്തോഷമുണ്ടോ? എനിക്ക് വലിയൊരു ഉറപ്പുണ്ട്. ഇന്ന് ദൈവം നിങ്ങളെ ഈ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നത് കുറയ്ക്കാനല്ല, പെരുക്കാനാണ്. സ്തോത്രം. കുറച്ച് കളയാനല്ല, വർദ്ധിപ്പിക്കാനാണ്. കുറഞ്ഞു പോകാനല്ല, വർദ്ധിപ്പിക്കാനാണ്. ഈ ഭാഗം വായിക്കുമ്പോൾ സഭയ്ക്ക് നേരെയുള്ള പീഡനങ്ങളെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് ശരിക്കും പറഞ്ഞാൽ സഭയ്ക്ക് നേരെയുള്ള 3-ാമത്തെ പീഡനത്തിൽ നിന്നാണ് സഭ രക്ഷപ്പെടുന്നത്. സഭയ്ക്ക് നേരെ 2 പ്രാവശ്യം പീഡന ശ്രമമുണ്ടായി. ക്രിസ്ത്യാനികളെ തേടി പിടിച്ച് തല്ലിച്ചതയ്ക്കുന്ന, കൊന്നുകളയുന്ന ഒരവസ്ഥ, സഭയ്ക്ക് നേരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ ഇത് 3-ാമത്തെ ഒരു ശ്രമമായിരുന്നു. എന്നാൽ അതിൽ നിന്നും സഭ വിടിവിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നാം അവിടെ കാണുന്നത്. ഒത്തിരി വലിയ ചരിത്രത്തിലേക്ക് ഞാൻ സമയക്കുറവ് കൊണ്ട് ഇന്ന് പ്രവേശിക്കുന്നില്ല. സഭയുടെ ചരിത്രങ്ങളെക്കുറിച്ച് ഞാൻ മുൻ നാളുകളിലൊക്കെ തൊട്ടിട്ടുള്ളതാണ്. ആദ്യമായിട്ട് സഭയിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നതും പീഡനം ആരംഭിക്കുന്നതും ഒരുപോലെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാമത്തെ അധ്യായത്തിൽ നിന്നൊക്കെ ഒരിക്കൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. സമയം പോലെ നമുക്കിനി അതിൽ നിന്നൊക്കെ ചിന്തിക്കാൻ ദൈവം അവസരം തരട്ടെ. എന്നാൽ ഇന്ന് ഞാൻ പറയാനായി ആഗ്രഹിക്കുന്നത് സമാധാനം ഉള്ള ഒരു സഭയുടെ പ്രത്യേകത, സമാധാനമുള്ള വ്യക്തിയുടെ പ്രത്യേകത, സമാധാനം നമുക്ക് എങ്ങനെ
ഉണ്ടാകും. സമാധാനം ഉണ്ടായാൽ ഉള്ള പ്രത്യേകതകൾ എന്താണ്, സമാധാനത്തിൻ്റെ അനുഭവങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ഒരു അരമണിക്കൂർ, ഏറിയാൽ ഒരു 40 മിനിറ്റ് എടുക്കാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. നോക്കിയേ, അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം ഉണ്ടായി. ശൗലിനെ കൊല്ലാനുള്ള രണ്ടാമത്തെ ശ്രമമാണ് ആക്ച്വലി ഈ വാക്യത്തിൻ്റെ മുമ്പിൽ നടക്കുന്നത്. എന്നാൽ 29ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അറിയാം, യവന ഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംഭാഷിച്ച് തർക്കിച്ചു. ശൗൽ ദൈവവചനം തെളിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പൗലോസ് ദൈവവചനം തെളിയിക്കാൻ വേണ്ടി യഹൂദന്മാരോട് വചനത്തിൽ നിന്ന് ഉദ്ധരിച്ച് തർക്കിക്കുക പതിവായിരുന്നു. അപ്പോൾ വാക്ക് മുട്ടുന്ന സമയം ആത്മാവുള്ള മനുഷ്യനെ കൊന്നു കളയുന്നതാണ് എളുപ്പം എന്നവർ കരുതി. ഇത് ഇന്നത്തെ ഈ യുഗത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവ വികാസമാണ്. ആത്മാവുള്ള വ്യക്തി എതിരാളിക്ക് തടസ്സമാണെങ്കിൽ, ആത്മാവുള്ള വ്യക്തി അവൻ്റെ വാക്കുകൾ, അവൻ്റെ പ്രാർത്ഥനകൾ, അവൻ്റെ വിശ്വാസം, അവൻ്റെ പ്രവർത്തികൾ, ഇതിനെ ഒന്നും തടുക്കാൻ കഴിയുന്നില്ല, നിർത്തൽ ചെയ്യാൻ കഴിയുന്നില്ല, തകർക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു നടപടി എന്നത് എങ്ങനെയെങ്കിലും അവൻ്റെ പേര് തന്നെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. ഇവിടെയും ഒന്നാമത്തെ ശ്രമം നടന്നതുകൊണ്ടാണ് രണ്ടാമത്തെ ശ്രമത്തെക്കുറിച്ച് ദൈവവചനം വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ശ്രമം ശൗലിനെ കൊല്ലുന്നത് പരാജയപ്പെട്ടു. രണ്ടാമത്തെ ശ്രമം ശൗലിനെ കൊല്ലുന്നത് പരാജയപ്പെട്ടു. മൂന്നാമതും സഭയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം അസാധാരണമായ സഭയുടെ സ്ഥാപനങ്ങളാണ് പൗലോസിലൂടെ ദൈവാത്മാവ് ചെയ്തെടുക്കുന്നത്. താങ്കൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താങ്കളുടെ പേര് നിർമൂലമാക്കി കളയാൻ, നിങ്ങളുടെ ഓർമ്മകൾ ഇല്ലാതാക്കി കളയാൻ, നിങ്ങളുടെ പ്രവൃത്തികൾ ഇല്ലാതാക്കി കളയാൻ, നിങ്ങളുടെ പ്രശസ്തി നഷ്ടപ്പെടുത്താൻ, നിങ്ങളുടെ കഴിവുകളെ ബന്ധിച്ചു കളയാൻ, നിങ്ങളുടെ ബുദ്ധിയെ നിഷ്ഫലമാക്കാൻ, നിങ്ങളുടെ ഓർമ്മശക്തിയെ കുറച്ചു കളയാൻ എന്തെങ്കിലുമൊക്കെ സാമ്രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ കാര്യം ഇതാണ്: നിന്റെ പ്രവൃത്തികളെ ഓവർകം ചെയ്യാൻ അതിന് കഴിയുന്നില്ല, നിങ്ങളുടെ ശക്തിയെ ഓവർകം ചെയ്യാൻ അതിന് കഴിയുന്നില്ല, നിങ്ങളുടെ കാര്യപ്രാപ്തി ഓവർകം ചെയ്യാൻ അതിന് കഴിയുന്നില്ല. അതുകൊണ്ട് ഒറ്റ ഷോർട്ട് കട്ടാണ് കൊന്നു കളക. എന്നാൽ ആത്മാവുള്ളവനെ രക്ഷിക്കുന്ന ദൈവമുണ്ട്. അന്നും ശൗലിനെ രക്ഷിക്കാൻ സഹോദരന്മാരെ ദൈവം കൽപ്പിച്ചാക്കിയിരുന്നു. ശൗലിനെ നമ്മൾ വായിക്കുമ്പോൾ അതങ്ങ് വായിച്ചു പോകും. സഹോദരന്മാർ ഇത് അറിഞ്ഞ് ശൗലിനെ മറ്റൊരു വഴി കൂടെ കൊണ്ടുപോയി ശൗലിനെ കുട്ടയ്ക്കകത്ത് കയറ്റി മതിലിലൂടെ അപ്പുറത്താക്കി എന്നൊക്കെ നമുക്ക് വായിച്ചങ്ങ് വിടാം. എൻ്റെ ചിന്ത ഇതാണ്: ശത്രുവിന് സുഹൃത്തുക്കളുടെ കണ്ണ് കെട്ടാൻ കഴിയത്തില്ലായിരുന്നോ? ശത്രുവിന് ആരും അറിയാതെ, ഇരുചെവി അറിയാതെ പൗലോസിനെ വകവരുത്താൻ കഴിയത്തില്ലായിരുന്നോ? എന്തുകൊണ്ട് പ്രാണനെ മരണത്തിനും ശത്രുവിൻ്റെ ട്രാപ്പിനും വിട്ടുകൊടുത്തില്ല എന്നറിയാമോ? ദൈവഭക്തന്റെ ഉള്ളത്തിലിരിക്കുന്നത് ദൈവം അയച്ച ആത്മാവായതുകൊണ്ടാണ്. ഇന്നും ഈ സന്ദേശം കാണുന്ന താങ്കളെ നോക്കി ഞാൻ ആത്മനിറവിൽ പറയുന്നു, മരിക്കണമായിരുന്നെങ്കിൽ സമാധാനം നഷ്ടപ്പെട്ടതിന് മുൻപേ, ഇന്നും ഇന്നലെയുമല്ല സമാധാനം നഷ്ടപ്പെട്ടത്, മരിക്കണമായിരുന്നെങ്കിൽ ഇതിനും മുൻപേ നിങ്ങൾക്ക് മരണത്തെ കാണാമായിരുന്നു. നശിച്ചു പോകണമായിരുന്നെങ്കിൽ ഇതിലും വലിയ പ്രതിസന്ധികൾ ഉണ്ടായ സമയത്ത് നശിച്ചു പോകാമായിരുന്നു. തകർന്നു പോകണമായിരുന്നെങ്കിൽ, അല്ല തകർത്ത് കളയണമെന്ന് ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ, ശത്രു പലവട്ടം തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിനൊക്കെ വിട്ടുകൊടുക്കാമായിരുന്നു. എന്നാൽ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഇയ്യോബിനോട് പറഞ്ഞതുപോലെ, ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞതുപോലെ, അവന്റെ പ്രാണനെ തൊടരുത് എന്ന് കൽപ്പിച്ചാക്കിയതുപോലെ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നു: ശത്രു സമ്പത്തിൽ തൊട്ട് കാണും, ആരോഗ്യത്തിൽ തൊട്ട് കാണും, സൗന്ദര്യത്തിൽ തൊട്ട് കാണും, ബന്ധങ്ങളിൽ തൊട്ട് കാണും, ജോലിയിൽ തൊട്ട് കാണും, പലതിലും തൊട്ടിട്ടുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട ഒന്ന്, ആത്മാവിനെ തുടരുതെന്നൊരു കൽപ്പന സ്വർഗം വെച്ചത് എന്തിനാണെന്നറിയാമോ?
ആത്മാവുണ്ടെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ട സകലതും നിനക്ക് റീകളക്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ആത്മാവിന്റെ ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് എന്തും തിരിച്ചു പിടിക്കാൻ കഴിയും. ആത്മാവുണ്ടെങ്കിൽ ഒന്ന് ആമേൻ പറയാൻ പറ്റുമോ? ആത്മാവുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആത്മീയ ശക്തി ഉണ്ടെങ്കിൽ, കമോൺ, ആത്മീയ ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് എന്തും തിരിച്ചു പിടിക്കാൻ കഴിയും. മൈ ബ്രദർ, ഞാൻ അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ആത്മാവിന്റെ ശക്തിയെക്കുറിച്ച് എല്ലാവരും പറയുന്നു, ആത്മാവിന് അഭിഷേകം വേണമെന്ന് എല്ലാവരും പറയുന്നു, ആത്മാവ് കൊണ്ട് എന്തും സാധിക്കുമെന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ ഞങ്ങൾ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്? എന്താണ് ആത്മാവ്? ആത്മാവിന് വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഒന്നുമല്ല, കേൾക്കുന്ന വചനത്തിന് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുക. നിങ്ങൾക്കൊരു സത്യം അറിയാവോ? നിങ്ങൾ വീട്ടിൽ നട്ടു വളർത്തുന്ന മുളകിന്റെ തൈ, കറിവേപ്പില ചെടി, തക്കാളിച്ചെടി, വെണ്ടയുടെ ചെടി, നിങ്ങൾ വീട്ടിൽ നട്ടു വളർത്തുന്ന റോസാപ്പൂവ്, ജമന്തി എന്ന് വേണ്ട എല്ലാ സസ്യങ്ങൾക്കും നിങ്ങൾക്ക് വെള്ളം എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആരും വെള്ളമൊഴിക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ചുവട് മാന്തി വേരിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല. ഉണ്ടോ? വേരിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല. പകരം അതിന്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ആ മണ്ണിന്റെ പുറത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഈ വെള്ളം ഇറങ്ങേണ്ട പോലെ ഇറങ്ങി എവിടെ ചെല്ലും? വേരി ചെല്ലും. വേര് അബ്സോർബ് ചെയ്താണ് അതിന്റെ ഇലകളിലേക്കും തണ്ടിലേക്കും പൂവിലേക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ കുഞ്ഞെ, എത്രത്തോളം നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമോ അത്രത്തോളം വേഗതയിൽ ഈ വേരിലേക്ക് വെള്ളം എത്തും. നിങ്ങൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്താൽ വേരിലെത്തത്തില്ല, 2 തുള്ളി ഒഴിച്ചാൽ എത്തത്തില്ല. എന്നാൽ ഒരു മഗ് നിങ്ങൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിന്റെ ഭാരം വേഗത്തിൽ മണ്ണിലേക്ക് പിടിച്ച് മണ്ണിൽ നിന്ന് നേരെ അത് വേര് സ്വീകരിച്ച് അതിൽ നിന്ന് നേരെ വേര് സ്വീകരിച്ച തണ്ടിലൂടെ ആമേൻ ഇലകളിലേക്ക് എത്തി, അവിടെ നിന്ന് പിന്നെ അത് കായ്കളിലേക്ക് എത്തി ഫലങ്ങളിലേക്ക് എത്തുന്നത് പോലെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ദൈവത്തിന്റെ വചനത്തിന് ജീവിതത്തിൽ ഇടം കൊടുക്കുക. സുഹൃത്തേ, ദൈവത്തിന്റെ വചനത്തിന് ജീവിതത്തിൽ ഇടം കൊടുക്കുക. വചനമെന്നത് ആത്മാവിൽ നിന്ന് വന്ന ഒന്നാണ്. വചനമെന്നത് ആത്മാവാകുന്ന ദൈവത്തിൽ നിന്ന് വന്ന ഒന്നാണ്. ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരാത്മാവാണ്. നിങ്ങളൊരാത്മാവാണ്. നിങ്ങളുടെ മക്കൾ ആത്മാവാണ്. ആത്മാവായ ദൈവത്തിൽ നിന്നും വന്ന വചനം ഞാൻ എന്ന ആത്മാവിലേക്ക് എത്തുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ വാസ്തവത്തിൽ സമാധാനമുള്ളത്. സമ്പത്തുള്ളവർക്ക് സമാധാനമില്ല. നിങ്ങൾക്കറിയാമോ? 1, 2 നില കെട്ടിടങ്ങളും 5, 6 ബെഡ്റൂംസും ഉള്ള വീട്ടിൽ കിടക്കുന്നവർക്ക് സമാധാനമില്ല. നിങ്ങൾക്കറിയാമോ? കോടിക്കണക്കിന് ആസ്തികളുള്ളവർക്ക് സമാധാനമില്ല. നിങ്ങൾക്കറിയാവോ? വലിയ പേരുകെട്ട ബിസിനസ്സുകാർക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല, സന്തോഷമില്ല. എന്നാൽ ആത്മാവുള്ളവന് സന്തോഷമുണ്ട്. 1 ബെഡ്റൂം ആയിരിക്കാം, 2 ബെഡ്റൂം ആയിരിക്കാം, തേക്കാത്ത വീടായിരിക്കാം, പെയിന്റ് ചെയ്യാത്ത ഭവനമായിരിക്കാം. പക്ഷെ കയ്യടിയും പാട്ടും ആത്മാവുമുള്ള ഭവനത്തിലേക്ക് ചെന്ന് കയറിയാൽ കൊട്ടാരത്തിൽ കിടക്കുന്നതിനേക്കാൾ സ്വസ്ഥതയോടെയും ആത്മനിറവിലുള്ള ആരാധനയും അതിനകത്ത് വെളിപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ വലിയ ചേർച്ചുകളിൽ പോയി പ്രസംഗിച്ചാൽ പോലും അനങ്ങാത്ത ആത്മാവ് ചലിക്കാത്ത ഇടങ്ങളിൽ നിന്ന് പൂശികിട്ടില്ലാത്ത, ജനാല പോലും ഇല്ലാത്ത, തുടി കൊണ്ട് മാത്രം മറച്ചിരിക്കുന്ന ചില ഭവനങ്ങളിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ അകത്ത് ആത്മാവ് തീ പോലെ ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആമേൻ. ഹൃദയത്തിന് സമാധാനം കാണാത്ത ഭവനമായിരിക്കാം അത്, പക്ഷെ ആത്മാവിന്റെ പുഷ്ടി നിമിത്തം അവർ അതിനെ ഓവർകം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ഈ സമയം ഈ തിരുവെഴുത്ത് കേൾക്കുന്ന ചിലരെ നോക്കി ഞാൻ ആത്മനിറവിൽ പറയുന്നു, കുഞ്ഞെ, എല്ലാം തികഞ്ഞിട്ടൊരു സമാധാനം നിനക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. എല്ലാം നേടിക്കൊണ്ടൊരു സമാധാനം ഒരുപക്ഷെ സാധ്യമായി കൊള്ളണമെന്നില്ല. കാരണം നാളെ എനിക്കുള്ളതാണെന്ന് നിർബന്ധമില്ല, നാളെ എനിക്കുള്ളതാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ അറിയിക്കുന്ന ഈ ആത്മീയ മർമ്മം, ഈ ആത്മീയ സത്യം താങ്കൾ തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള പരിമിതികൾക്കകത്ത് വെളിപ്പെടുന്ന ഒരു വലിയ ദൈവിക സമാധാനം ഇന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും. അതവിടെ പറയുന്നേ, സഭയ്ക്ക് സമാധാനം ഉണ്ടായി. എന്താ കാര്യമെന്നറിയാവോ? സഭയ്ക്ക് സമാധാനം ഉണ്ടാവാൻ കാര്യം, അന്നത്തെ എണ്ണത്തിൽ വർദ്ധിച്ച സഭ
റോമൻ ചക്രവർത്തിയുടെ പ്രതിമകൾ യെരുശലേമിലെ ദൈവാലയങ്ങളിൽ പ്രതിഷ്ഠിച്ചേ കഴിയൂ എന്ന ഒരു നിയമം പുറപ്പെടുവിച്ചിരുന്നു. റോമൻ ചക്രവർത്തിയുടെ പ്രതിമകൾ യെരുശലേമിലെ എല്ലാ ദൈവാലയങ്ങളിലും പ്രതിഷ്ഠിച്ചേ കഴിയൂ എന്നൊരു നിർബന്ധം, ഒരു നിയമം വന്നു. അതിന് സമ്മതിക്കാത്ത എല്ലാവരെയും കൊന്നുകളയാം എന്ന് ചക്രവർത്തി കൽപ്പിച്ചു. എന്നാൽ ഈ തിരക്കിനിടയിൽ ക്രിസ്ത്യാനികളെ തേടിപ്പിടിച്ച് തല്ലിച്ചതയ്ക്കാൻ, കൊന്നുകളയാനുള്ള സമയക്കുറവ് നിമിത്തം ആ കാലഘട്ടത്തിൽ ശമരിയ, യഹൂദ്യ, ഗലീല പോലുള്ള ദേശങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും ഉണ്ടായി എന്നാണ് പറയുന്നത്. സ്തോത്രം. എന്നാൽ പൗലോസിന്റെ പ്രവർത്തനങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ പൂർണ്ണമായ സമാധാനം ഒരിടത്തും ഉണ്ടാക്കാനായി കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഞാനൊരു ദൂത് പറയാം. പൗലോസിന്റെ പ്രവർത്തനങ്ങൾ സമാധാനം ഉണ്ടാക്കിയില്ലെന്നല്ല, പൂർണ്ണമായ ഒരളവിൽ പൗലോസിന്റെ പൗലോസ് ചെയ്തെടുത്ത പ്രവർത്തികളാൽ പൂർണ്ണമായ ഒരറുതി ഈ പീഡനത്തിന്റെ മേൽ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലും പൂർണ്ണമായ ഒരറുതി, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ, പൗലോസിന്റെ പ്രവർത്തനങ്ങൾക്ക്, പൗലോസിന്റെ ഇടപെടലുകൾക്ക്, പൗലോസിന്റെ സുവിശേഷീകരണത്തിന്, ശുശ്രൂഷയ്ക്ക് സഭയ്ക്ക് നേരെയുള്ള പീഡനത്തെ പൂർണ്ണമായിട്ട് നിർത്തൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും പൗലോസ് പഠിപ്പിച്ച വചനത്താൽ ഒരു വ്യക്തിക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന പരിശുദ്ധ ആത്മാവിന് സമാധാനം സഭയ്ക്കകത്ത് കൊണ്ടുവരാനായി കഴിഞ്ഞു. ഒരു പാസ്റ്റർക്ക് പൂർണ്ണമായി നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായി സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു മനുഷ്യന് നിങ്ങൾക്ക് പൂർണ്ണമായ സ്വസ്ഥത വരുത്തിത്തരാൻ കഴിയില്ല. ഒരു ഉന്നതനും നിങ്ങളുടെ ഹൃദയത്തിന് മാറിപ്പോകാത്ത സമാധാനം നൽകാൻ കഴിയില്ല. എന്നാൽ ഒരു പാസ്റ്റർക്ക് വഴി പറഞ്ഞു തരാം, ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഉപദേശം തരാം, ഒരു ഉന്നതനായ വ്യക്തിക്ക് അനുഭവങ്ങൾ പങ്കുവെക്കാം. എന്നാൽ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് തന്നെയാണ്. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് തന്നെയാണ്. പ്രസംഗിക്കുന്ന എനിക്കാകട്ടെ, കേൾക്കുന്ന നിങ്ങൾക്കാകട്ടെ, പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പ്രതികൂലങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പ്രതിസന്ധികൾ ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ എവിടെ നിന്ന് വരുന്നു ഈ ആർജവവും, ഈ ഉറപ്പും, ഈ വിശ്വാസവും, ഈ ശക്തിയും, ഈ അഭിഷേകവുമൊക്കെ? ഇതെല്ലാം നമുക്ക് യേശു പകർന്നു തന്ന വചനത്താൽ, തൻ്റെ നാമത്താൽ, സഭയ്ക്ക് വേണ്ടി അവൻ മുറിവേറ്റതിനാൽ, സഭയ്ക്ക് വേണ്ടി അവൻ മരിച്ചതിനാൽ, സഭയ്ക്ക് വേണ്ടി അവൻ തന്നെ അർപ്പിച്ചതിനാൽ, മുഴു സഭയ്ക്കും വേണ്ടി അവനെ തന്നെ ഏൽപ്പിച്ചതിനാൽ, മനുഷ്യന് വേണ്ടി അവനെ തന്നെ തന്നതിനാൽ, പരിശുദ്ധാത്മാവ് മുഖാന്തരമായി അവൻ പറഞ്ഞ ആഴങ്ങളിലെ സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിയതോടുകൂടെ സഭയ്ക്ക് സമാധാനം വരാൻ തുടങ്ങി, സഭയ്ക്ക് സ്വസ്ഥത വരാൻ തുടങ്ങി, സഭയ്ക്ക് അഭിഷേകം ലഭിക്കാൻ തുടങ്ങി, സഭ പെരുകാൻ തുടങ്ങി, സഭ വളരാൻ തുടങ്ങി. അതെ, ഒരു മനുഷ്യന്റെയും കൈകടത്തലുകളില്ലാതെ ആദിമ സഭ വളർന്നെങ്കിൽ, ഒരു മനുഷ്യന്റെയും ഉപദേശങ്ങളില്ലാതെ ആദിമ സഭ വളർന്നെങ്കിൽ, ഒരു മനുഷ്യന്റെയും മോട്ടിവേഷൻ ഇല്ലാതെ ആദിമ സഭ ആത്മാവിൽ പെരുകിയെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നെങ്കിൽ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ നോക്കി ഞാൻ ആത്മനിറവിൽ പ്രവചിക്കുന്നു. ഒരു മനുഷ്യന്റെയും കൈകടത്തലില്ലാതെ, ഒരു വ്യക്തിയുടെയും ഇടപെടലില്ലാതെ, ഒരു വ്യക്തിയുടെയും ഉപദേശമില്ലാതെ, ആരുടെയും സപ്പോർട്ടില്ലാതെ ആദിമ സഭ പെരുകിയതുപോലെ, ആദിമ സഭ വർദ്ധിച്ചതുപോലെ, ആദിമ സഭ സന്തോഷത്തിൽ നിറഞ്ഞതുപോലെ, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിയമങ്ങളും പീഡനങ്ങളും സഭയ്ക്ക് നേരെ ഉന്നം പിടിച്ചുകൊണ്ടിരുന്നപ്പോഴും സഭയ്ക്കകത്തുള്ള ആരാധന കുറഞ്ഞു പോകാതെ, ശക്തി കുറഞ്ഞു പോകാതെ, എണ്ണത്തിൽ കുറഞ്ഞു പോകാതെ അവർ വർദ്ധിച്ച് പെരുകിയതുപോലെ നിങ്ങൾക്കും പെരുകുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഒരു പങ്ക് നിന്റെ മേൽ പകരുന്ന ഒരു സമയമാണിത്. ഒരു പങ്ക് നിന്റെ മേൽ പകരുന്ന ഒരു സമയമാണിത്. ഒരു പങ്ക് നിന്റെ മേൽ പകരുന്ന ഒരു സമയമാണിത്. ആമേൻ. സഭയുടെ 5 അനുഗ്രഹങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 5 അനുഗ്രഹങ്ങൾ, സഭയുടെ 5 അനുഗ്രഹങ്ങൾ. നിങ്ങളായിരിക്കുന്ന ഈ സഭയുണ്ടല്ലോ, ഇതൊരു ഓൺലൈൻ മീറ്റിംഗ് അല്ല. ഇതൊരു ഓൺലൈൻ മീറ്റിംഗ് ആയിട്ട് കാണുന്നവർക്ക് തോന്നാം, പക്ഷേ
ഇതൊരു സഭയാണ്. ഇതിനകത്തൊരു കൂട്ടമുണ്ട്. ഇതിനകത്ത് ദൈവം സ്നേഹിക്കുന്നവരുണ്ട്. ഇതിനകത്ത് ദൈവം തെരഞ്ഞെടുത്തവരുണ്ട്. ഇതിനകത്ത് ദൈവം ശുശ്രൂഷയ്ക്ക് വിളിച്ചവരുണ്ട്. ഇതിനകത്ത് ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇതിനകത്ത് നാളത്തെ ശുശ്രൂഷകന്മാരുണ്ട്. ഇതിനകത്ത് നാളത്തെ പ്രവാചകിമാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, അഭിഷിക്തന്മാരുണ്ട്, അഭിഷിക്തകളുണ്ട്. ഹല്ലേലൂയ. ദൈവം കണ്ടവരുണ്ട്. സഭയുടെ 5 വിധ അനുഗ്രഹങ്ങൾ എന്താണെന്ന് അറിയാമോ? ആദിമസഭയുടെ കാര്യം പറയുന്നത്. നമ്പർ 1, സമാധാനം. ഒന്നാമത്തെ കാര്യം സമാധാനം. പീഡനമില്ല. പീഡനമില്ലാത്ത ഒരു സഭ. ആദിമസഭയെ കുറിച്ച് പറയുന്നതാണ്. പീഡനമില്ല, സമാധാനം, സ്വസ്ഥത അഥവാ സമാധാനം. 2, വചനത്തിൽ പറയുന്ന കേട്ടോ, ആത്മീക വളർച്ച. ഉണ്ടോ? നിങ്ങൾക്കുണ്ട് ആത്മീക വളർച്ച. എന്നാൽ സഭയ്ക്കകത്തുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവം പറയുന്നത് അവൻ ആത്മീയമായി വളരണമെന്നാണ്. ദൈവം ഇതിലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഭൗതിക ആവശ്യങ്ങളുടെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും ഒത്തിരി ഭൗതിക ആവശ്യങ്ങളുടെ മുമ്പിലാണ് ഞാനും നിൽക്കുന്നത്. എന്തുകൊണ്ട് അതിനൊന്നും ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നില്ലെന്നറിയാമോ? ഒത്തിരി പ്രാധാന്യം എന്തുകൊണ്ട് അതിന് കൊടുക്കുന്നില്ലെന്നറിയാം? പ്രാധാന്യം കൊടുക്കുന്നില്ലെന്നല്ല, ഭൗതിക ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മളത് ദൈവത്തോട് ചെയ്യുന്ന മറ്റൊരു അവിശ്വാസമാണ്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അന്നേരം നമ്മൾ എനിക്ക് ആത്മീയത മാത്രം മതി എന്ന് പറയുന്നത് അബദ്ധവും മണ്ടത്തരവുമാണ്. കാരണം കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവം തന്നതാണ്. നിങ്ങൾക്ക് കുടുംബമുണ്ട്, കുടുംബത്തിൻ്റെ കാര്യം നോക്കണ്ട, ഫുൾ ടൈം ആത്മീയ കാര്യം മാത്രം മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടുംബത്തോട് കാണിക്കുന്ന അവിശ്വസ്തതയാണ്. കുടുംബം നമുക്ക് ദൈവം തന്നതാണ്. അപ്പോൾ ഭൗതിക കാര്യങ്ങൾക്ക്, ഫാമിലി കാര്യങ്ങൾക്ക്, നമ്മുടെ ഉത്തരവാദിത്വത്തിനകത്ത് ദൈവം നിർത്തിയിരിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അവിശ്വസ്തരാകാൻ പാടില്ല. അതേസമയം മുഴുവൻ പ്രയോറിറ്റിയും അതിലേക്കാകാനും പാടില്ല. മുഴുവൻ പ്രയോറിറ്റി അതിലേക്കാകാനും പാടില്ല. അപ്പൊ ഞാൻ എവിടെയാണ് ഫോക്കസ്ഡ് ആകേണ്ടത്? ആത്മീയ കാര്യത്തിൽ ഞാൻ ഫോക്കസ്ഡ് ആകണം. അതാണ് സഭ ആത്മീയ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിരുന്നു. തൽഫലമായി ദൈവം അവർക്ക് ആവശ്യമുള്ളതെല്ലാം തന്നെ ചെയ്യാനുള്ള കൃപ, ജോലിക്ക് പോകുന്നവൻ അതിനുള്ള കൃപ, അധ്വാനിക്കുന്നവൻ അതിനുള്ള കൃപ, പണിയുന്നവൻ അതിനുള്ള കൃപ, പ്രാർത്ഥിക്കുന്നവൻ അതിനുള്ള കൃപ, എല്ലാം ദൈവം കൊടുത്തുകൊണ്ടിരുന്നു. ഈ മോശയുടെ ന്യായപ്രമാണത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് മോശയുടെ വാക്ക് കേട്ടിറങ്ങിയതല്ല, ദൈവത്തിന്റെ വാക്ക് കേട്ടിറങ്ങി മോശയുടെ ലീഡർഷിപ്പിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ജനത്തിന് ഭക്ഷണത്തിന് വകയില്ലാതെ വന്നപ്പോൾ ആകാശത്ത് നിന്ന് മന്നാ പൊഴിച്ചു കൊടുത്തു എന്നാണ് ദൈവവചനം പറയുന്നത്. അവർ എവിടെ ഫോക്കസ്ഡ് ആയിരുന്നു? അവർ ദൈവശബ്ദത്തിലായിരുന്നു ഫോക്കസ്ഡ് ആയിരുന്നത്. ദൈവശബ്ദം എങ്ങനെ കേട്ടു? മോസസ് മുഖാന്തരമാണ് ദൈവശബ്ദം കേട്ടത്. ദൈവശബ്ദത്തിന് ഫോക്കസ്ഡ് ആയിരുന്ന ജനത്തിന്റെ വയറ് കാളുന്നത്, വയറ് കത്തുന്നത്, വയറെരിയുന്നത് മോശ ദൈവത്തോട് പറയേണ്ട ആവശ്യമില്ല. ദൈവത്തിന് തന്നെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് പ്രൊവൈഡ് ചെയ്തത്. ഇന്നും ഒരുപാട് ആവശ്യങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നവർ ഇതിനകത്തുണ്ട്. ഫിനാൻഷ്യലായിട്ടും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടും ജോലി സംബന്ധമായിട്ടും എഡ്യൂക്കേഷണൽ ആവശ്യങ്ങൾക്കായിട്ടും ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ഒത്തിരി ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. ഒരുപാട് ആവശ്യങ്ങൾ, മക്കളുടെ കാര്യം, വിവാഹ കാര്യം, യാത്രാകാര്യം, വിദ്യാഭ്യാസ കാര്യങ്ങൾ, ആരോഗ്യ കാര്യങ്ങൾ, വീട് വെക്കുന്ന കാര്യങ്ങൾ, പല 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 ആവശ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷേ ശബ്ദത്തെ ഫോളോ ചെയ്തതേ ഉള്ളൂ. കേട്ടോ, ശബ്ദത്തെ ഫോളോ ചെയ്തതേ ഉള്ളൂ ഇസ്രായേൽ മക്കൾ. അവരൊന്നും കരുതിയില്ല, എടുത്തില്ല, കുഴിച്ചിട്ടില്ല, നട്ടില്ല, പണിതില്ല, ഒന്നും ചെയ്തില്ല. ശബ്ദത്തെ ഫോളോ ചെയ്തതേ ഉള്ളൂ. സമാധാനം അവരെ പിന്തുടർന്നു. പക്ഷേ അതിനകത്ത് ഒത്തിരി തന്നിഷ്ടക്കാരുണ്ടായിരുന്നു, ഒത്തിരി അനുസരണം കെട്ടവരുണ്ടായിരുന്നു, ഒത്തിരി ചോദ്യം ചെയ്യുന്നവരുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ വിശ്വസ്തത മാറിപ്പോയില്ല. ശബ്ദം ഫോളോ ചെയ്തതേ ഉള്ളൂ. ലീഡറായിട്ട് ദൈവം ഒരാളെ അപ്പോയിന്റ് ചെയ്തിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ലീഡറിലൂടെ ദൈവം നിന്നെ എന്തെങ്കിലും ഒന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ആ ലീഡറെ അല്ല നീ ഫോളോ ചെയ്യേണ്ടത്, ലീഡറിലൂടെ കേട്ട ശബ്ദത്തെ നീ ഫോളോ ചെയ്യുക. നിങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സഭയിലുള്ള ഒരു ലീഡറിലൂടെ നിങ്ങൾ ഒരു ദൈവശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ, ഒരു പ്രവചനം കേട്ടു, ഒരാലോചന കേട്ടു, ഒരു ബുദ്ധി ഉപദേശം കേട്ടു, ഒരു ശാസന കേട്ടു എങ്കിൽ അത് ദൈവശബ്ദമായി കണ്ട് ഫോളോ ചെയ്യുക.
ചെയ്യുന്ന പക്ഷം നിന്റെ വയറിന്റെ സമാധാനത്തിനുള്ളതും നിന്റെ മനസ്സിന്റെ സമാധാനത്തിനുള്ളതും നിന്റെ ഭാവിയുടെ സമാധാനത്തിനായിട്ടുള്ളതും ദൈവം പൊഴിച്ചിടാൻ തുടങ്ങും. എവിടെ ശബ്ദത്തിൽ വിശ്വസ്തനായിരിക്കുന്ന ജനതകളുണ്ടോ, എവിടെ ദൈവവചനത്തിൽ വിശ്വസ്തനായിരിക്കുന്ന ജനതകളുണ്ടോ, അവിടെ ആരും തന്നെ വയറിനു വേണ്ടി നിലവിളിച്ചതായി ദൈവവചനം പറയുന്നില്ല. ആവശ്യത്തിന്റെ മധ്യത്തിൽ വന്നു നിന്നുകൊണ്ട് പൊട്ടിത്തെറിച്ച് ദൈവസന്നിധിയിൽ കോപിഷ്ഠരായവരെ കുറിച്ച് ദൈവവചനം പറയുന്നില്ല. ഒന്നോ രണ്ടോ ചിന്നിയും ചെതറിയും അങ്ങിങ്ങായി ദൈവത്തെ വ്യക്തമായി അറിയാത്ത ചിലർ സ്വർഗത്തിലേക്ക് നോക്കി പിറുപിറുത്തതല്ലാതെ ദൈവശബ്ദത്തെയും അതിന്റെ വിശ്വസ്തതയെയും തിരിച്ചറിഞ്ഞ ഒരു ജനവും ഒന്നും കിട്ടാതെ പട്ടിണി കിടന്ന് ചത്തതായി ദൈവവചനം പറയുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവം നിങ്ങളെ കേൾപ്പിക്കുന്ന ഒരു ദൈവശബ്ദം അതൊരു ലീഡറിലൂടെ ആയിരിക്കാം, അതൊരു ഷോർട്ട് മെസ്സേജിലൂടെ ആയിരിക്കാം, അതൊരു പ്രവാചകനിലൂടെയോ പ്രവാചകിയിലൂടെ ആയിരിക്കാം. ഫോളോ ചെയ്യുക. ദൈവമാണ് പറഞ്ഞു നിന്നുള്ള നിലയിൽ ഫോളോ ചെയ്യുക. തിരുവെഴുത്ത് പ്രകാരമുള്ള ആലോചനയാണെങ്കിൽ, തിരുവചനം അനുശാസിക്കുന്ന ശാസ്ത്രീയത അതിനുണ്ടെങ്കിൽ, തിരുവചനം പഠിപ്പിക്കുന്ന അന്തസ്സും ഉൾക്കാമ്പും അതിനുണ്ടെങ്കിൽ ആ ശബ്ദത്തെ ഫോളോ ചെയ്യുക. മാനുഷിക ശബ്ദമല്ല, ദൈവശബ്ദമാണ് എന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. അത് നിന്റെ സമാധാനത്തിന് ഉപകരിക്കും, അത് നിന്റെ സ്വൈര്യത്തിന് ഉപകരിക്കും, അത് നിന്റെ വളർച്ചയ്ക്ക് ഉപകരിക്കും. ഖമോൺ, അങ്ങനെ വിശ്വസിച്ച വിശ്വാസ വീരന്മാരെ കുറിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനം അക്കമിട്ട് അബ്രഹാം എന്നും മോശ എന്നും യോശുവ എന്നും തിരുവെഴുത്തിനകത്ത് ഇങ്ങനെ നീണ്ട ഒരു പട്ടിക യേശുക്രിസ്തു വരെ ചെല്ലുമ്പോൾ യേശുക്രിസ്തു ഉൾപ്പെടെ ദൈവത്തിൽ നിന്ന് വന്ന ശബ്ദത്തെ ഫോളോ ചെയ്തിരുന്നു. ഇന്നും ഈ സമാധാനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ സമാധാനം ഒരു മനുഷ്യനും എടുത്തു കളയാൻ കഴിയാതെ വണ്ണം ദൈവം പുനഃസ്ഥാപിക്കും. ഈ പ്രകാരം നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഒരു മനുഷ്യനും കെട്ടിക്കളയാൻ കഴിയാത്ത നിലയിൽ, പിടിച്ചെടുത്തു കളയാൻ കഴിയാത്ത നിലയിൽ ദൈവം പുനഃസ്ഥാപിക്കും. നിങ്ങൾ ഈ രീതിയിൽ ദൈവവചനത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. ആദിമസഭയിൽ സമാധാനമുണ്ടായിരുന്നു. അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം ഉണ്ടായി. ആത്മാവുള്ള സഭയ്ക്ക് സമാധാനമുണ്ട്. ദൈവം സ്ഥാപിച്ച സഭയ്ക്ക് സ്വസ്ഥതയുണ്ട്. ദൈവം പണിത കുടുംബത്തിന് സ്വസ്ഥതയുണ്ട്. ദൈവം വിളിച്ച നിങ്ങൾക്ക് സ്വൈര്യവും സമാധാനവും ഉണ്ട്. ഹല്ലേലൂയ. ദൈവം സ്നേഹിക്കുന്ന നിങ്ങൾക്ക് സമാധാനമുണ്ട്, സ്വൈര്യമുണ്ട്, സ്വസ്ഥതയുണ്ട്. ആദിമസഭയ്ക്ക് സമാധാനമുണ്ട്. സമാധാനത്തിൽ നിന്ന് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊന്നാണ് ആത്മീക വർധന, കർത്താവിനോടുള്ള ഭക്തി, പരിശുദ്ധാത്മാവിന്റെ പ്രബോധനം, അതുപോലെ തന്നെ വർധനവ്. സ്വൈര്യവും സമാധാനവും ഇല്ലാത്തടത്ത് ഈ കാര്യം ഒന്നും കാണത്തില്ല. ഈ സ്വൈര്യം സമാധാനം എന്ന് പറയുമ്പോൾ കടമെല്ലാം തീർന്ന് മക്കളെയും കെട്ടിച്ച് വീടും വെച്ച് കാറും വാങ്ങി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചല്ല ബൈബിൾ പറയുന്ന, പ്രിയപ്പെട്ട സുഹൃത്തെ. സഭ അവിടെ സ്ഥാപിക്കാൻ പൗലോസ് ചെന്നപ്പോൾ തന്നെ കുത്തഴിഞ്ഞതെന്നല്ല, എങ്ങനെ തുന്നിക്കെട്ടും എന്നുള്ള അവസ്ഥയിലാണ് ആ പ്രദേശങ്ങൾ കിടന്നത്. അവിടെയാണ് പൗലോസ് സുവിശേഷം പ്രചരിപ്പിച്ച് സഭയോടുകൂടെ ദൈവം ആത്മാക്കളെ കൂട്ടിച്ചേർത്തോണ്ടിരുന്നത്. ഞാനൊരു ദൂത് പറയാനാണ് ഇത്രയും പറഞ്ഞു. എങ്ങനെ സെറ്റിൽ ചെയ്യുമെന്നറിയാതെ, എങ്ങനെ നടത്തിയെടുക്കുമെന്നറിയാതെ, എങ്ങനെ ശരിപ്പെടുത്തിയെടുക്കുമെന്നറിയാതെ, എങ്ങനെ ലെവൽ ചെയ്തെടുക്കുമെന്നറിയാതെ, എങ്ങനെ പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ, എങ്ങനെ നടപ്പാക്കുമെന്നറിയാതെ, എങ്ങനെ ഇതിനൊരു രൂപം നൽകുമെന്നറിയാതെ കുഴങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിലും പൗലോസ് ചെയ്തത് തന്നെ എനിക്കും പറയാനുള്ളൂ. എങ്ങനെ നേരാക്കി എടുക്കും, ഇതിൻ്റെ ഇടയിൽ നിന്ന് എനിക്കൊരാത്മാവിനെ കിട്ടുമോ എന്ന് ന്യായമായും ചിന്തിക്കത്തക്ക നിലയിലാണ് പൗലോസ് ശമരിയ, യഹൂദിയ, ഗലീല പോലുള്ള പട്ടണങ്ങളിലേക്ക് ചെന്നത്. അവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യരല്ല. ചെന്ന സുവിശേഷം പറഞ്ഞാലുടൻ ആമേൻ പറയുന്ന ജനവും അല്ല. അങ്ങനെയുള്ളതിൻ്റെ നടുവിലാണ് ദൈവം പൗലോസിനെ ശക്തമായി ഉപയോഗിച്ചു തുടങ്ങി. അങ്ങോട്ടുള്ള ഓരോ മിഷണറി യാത്രകളിലും പൗലോസ് നേരിട്ട പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ചെറുതല്ല. നിങ്ങളും അപ്രകാരം
എങ്ങനെ പണിതെടുക്കുമെന്ന്, എങ്ങനെ പൂർത്തീകരിക്കുമെന്ന്, എങ്ങനെ നടപ്പാക്കുമെന്ന്, എങ്ങനെ സാധ്യമാക്കുമെന്ന്, എങ്ങനെ രക്ഷപ്പെടുമെന്ന്, എങ്ങനെ ഒരു വെളിച്ചം കാണുമെന്ന്, എങ്ങനെ ഒരു രൂപം നൽകുമെന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് കേൾക്കുന്നതെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാൻ ദൈവാത്മാവ് തരുന്ന ഒരു പ്രേരണ ഇതാണ്: ദൈവിക സമാധാനം നിങ്ങളുടെ ഉള്ളങ്ങളെ തൊട്ടാൽ നിങ്ങളുടെ ലൈഫിൽ ഈ സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു മുഖമുദ്ര പോലെ നിങ്ങൾക്കും ദൈവം തരും. സഭയ്ക്ക് സമാധാനമുണ്ടായി, സഭയ്ക്ക് സമാധാനമുണ്ടായി, സഭയ്ക്ക് സമാധാനമുണ്ടായി. ഇന്ന് ഈ തിരുവെഴുത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോടും പരിശുദ്ധാത്മാവ് പറയുന്നു, അതിന് ആത്മീക വർധനവ് പ്രാപിക്കുക. 2, കർത്താവിനോടുള്ള ഭക്തിയിൽ നിലനിൽക്കുക. 3, പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിൽ ഉറച്ചു നിൽക്കുക. യോഹന്നാൻ എഴുതിയ യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം നിങ്ങളൊന്ന് നോക്കി. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 27-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ യോഹന്നാൻ 14 കേട്ടോ. പതിനാലിന്റെ 27 വായിക്കുമ്പോൾ നോക്കിയേ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. 2 കാര്യം കർത്താവ് അവിടെ പറയുന്നു. 1, നിങ്ങൾക്ക് ഇല്ലാത്ത ഒന്ന് ദൈവം തരും. 1, അത് ശിഷ്യന്മാർ ചോദിച്ചിട്ടല്ല, അവിടെ കൂടി നിന്ന ഒരു ജനവും ചോദിച്ചിട്ടല്ല കർത്താവ് അങ്ങോട്ട് അവർക്ക് അത് ഓഫർ ചെയ്തത്. അവരെ കണ്ടതുകൊണ്ടും അവരെ കണ്ട മാത്രയിൽ അറിഞ്ഞതുകൊണ്ടുമാണ്. കർത്താവിനോട് കൂടെ ഉള്ളവരുടെ ഒരു ഭാഗ്യവും അതുതന്നെയാണ്. നിങ്ങൾ ചോദിക്കുന്നത് മാത്രമല്ല, ദൈവം അറിയുന്നതും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളതും കൂടെ ദൈവം പ്രൊവൈഡ് ചെയ്യും. കർത്താവിനോട് ആരും ചോദിച്ചില്ല, പക്ഷേ കണ്ട മാത്രയിൽ അവിടുന്ന് അവരുടെ ആവശ്യത്തെ അറിഞ്ഞു. അവർക്ക് സമാധാനമില്ല. 2-മതൊന്നും കൂടെ യേശു അറിഞ്ഞു, അത് ലോകത്തിന് കൊടുക്കാനൊക്കത്തില്ല. നമ്മുടെ ഈ മീറ്റിങ്ങിനകത്ത് ഭയങ്കരമായിട്ടുള്ള സമാധാനത്തിൻ്റെ അനുഭവം ഉണ്ടെന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്ന സമയം പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക സമാധാനമാണ് തിരുവെഴുത്ത് കേൾക്കുന്ന സമയം ഉണ്ടാകുന്നതെന്ന്. കാര്യം എന്താണെന്നറിയാമോ? ലോകത്തിന് നിങ്ങൾക്കൊരു വീട് വെച്ച് തരാൻ പറ്റും, നിങ്ങൾക്ക് ഒരു ജോലി മേടിച്ച് തരാൻ പറ്റും, നിങ്ങൾക്ക് ഭക്ഷണം തരാൻ പറ്റും, നിങ്ങൾക്ക് വസ്ത്രം വാങ്ങി തരാൻ പറ്റും, നിങ്ങൾക്ക് ബുക്സ് മേടിച്ച് തരാൻ പറ്റും, നിങ്ങളെ യാത്ര കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ സുഹൃത്തേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റൂ, ഇതൊക്കെ എനിക്ക് കിട്ടിയാലും അവർ ഈ തന്നതിലൂടെയൊക്കെ എനിക്ക് സമാധാനം കൂടെ കിട്ടിയെന്ന്? പറ്റത്തില്ല. സമാധാനം കിട്ടണമെങ്കിൽ അതിന് സമാധാന പ്രഭുവിൻ്റെ അടുത്ത് തന്നെ വരണം. യേശു അതാ പറഞ്ഞേ, ലോകത്തിന് നിങ്ങൾക്ക് എല്ലാം തരാൻ പറ്റും. യേശുവിനോട് എന്താ പറഞ്ഞേ? പിശാച് എന്താ പറഞ്ഞേ? നിനക്ക് എന്നാ വേണ്ടേ? നിനക്ക് അപ്പം വേണോ? നിനക്ക് ഗോപുരം വേണോ? നിനക്ക് രാജ്യങ്ങൾ വേണോ? നിനക്ക് പ്രശസ്തി വേണോ? ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം എന്നല്ലേ സാത്താൻ യേശുവിനെ പരീക്ഷിച്ച സമയത്ത് പറഞ്ഞത്? പക്ഷേ അതാ പറഞ്ഞ, ലോകത്തിന് നിങ്ങൾക്ക് എല്ലാം തരാൻ പറ്റും. പക്ഷെ ഒരിക്കൽ പോലും പിശാച് പറഞ്ഞില്ല, ഞാൻ നിനക്ക് സമാധാനം തരാന്ന്. യേശുവിൻ്റെ നാമത്തിൽ. സുഹൃത്തേ, ഈ ലോകത്തിലുള്ള എല്ലാറ്റിനും കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ വേദനകൾ മറപ്പിക്കാൻ പറ്റും, പക്ഷേ അത് ശാശ്വതമായി മറപ്പിക്കാൻ കഴിയത്തില്ല. കുറച്ച് സമയം നിങ്ങളെ ഒന്ന് എന്റർടൈൻ ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലാ സമയവും നിങ്ങളെ അവർക്ക് സ്വസ്ഥതയോടെ കിടത്തി ഉറക്കാൻ പറ്റത്തില്ല. ലോകത്തിലുള്ളവർക്ക് നിങ്ങളോട് തമാശ പറയാൻ പറ്റും, പക്ഷെ എല്ലാ സമയവും നിങ്ങളെ ചിരിപ്പിക്കാൻ ഒക്കത്തില്ല. ലോകത്തിലുള്ളവർക്ക് നിങ്ങൾക്ക്
എന്തും ചെയ്തു തരാൻ പറ്റും, പക്ഷേ സമാധാനം മാത്രം അവർക്ക് തരാനൊക്കത്തില്ല. പക്ഷെ ദൈവം നിങ്ങളോട് പറയുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രോമിസ് ഇതാണ്, ദൈവത്തിൻ്റെ ഒരു കമ്മിറ്റ്മെന്റ് ഇതാണ്: ഞാൻ നിനക്ക് സമാധാനം തരും, തരും, തരും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ. യേശു ഇവിടെ പറയുന്ന വാക്കിതാണ്: അത് നിങ്ങൾക്ക് തരാൻ ലോകത്തിന് പറ്റത്തില്ല. ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് എന്തിനും കൈനീട്ടാം, പക്ഷെ സമാധാനത്തിന് കൈനീട്ടാൻ പറ്റത്തില്ല. സമാധാനത്തിന് കൈനീട്ടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അപ്പത്തിന് കൈനീട്ടാം, വെള്ളത്തിന് കൈനീട്ടാം, എന്തിനും നിങ്ങൾക്ക് കൈനീട്ടാം. കിട്ടിയെന്നും ഇരിക്കും, കിട്ടിയില്ല എന്നും ഇരിക്കും. പക്ഷേ ഒന്ന് കിട്ടത്തില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. എൻ്റെ തന്നെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയും: നിനക്ക് സമാധാനം ലോകത്തിൽ നിന്ന് കിട്ടത്തില്ല, നിനക്ക് സ്വസ്ഥത ലോകത്തിൽ നിന്ന് കിട്ടത്തില്ല, നിങ്ങൾക്ക് ഉറപ്പ് ലോകത്തിൽ നിന്ന് കിട്ടത്തില്ല. ലോകം പറയും ഐ വിൽ ഡു, കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറയും ഐ വിൽ നോട്ട്. പക്ഷെ കർത്താവ് ഒരിക്കൽ പറഞ്ഞാൽ അത് ഒടുക്കം വരെയും അവൻ പറഞ്ഞത് തന്നെയാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവന്റെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും തന്നെയാണെന്നാണ് ദൈവത്തിന്റെ വചനം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തേ, ദൈവം നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് ഉവ്വ് ഉവ്വെന്ന് തന്നെയാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം പകരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പകരുമെന്ന് തന്നെയാണ്. ദൈവം നിങ്ങളെ ഉയർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉയർത്തുമെന്ന് തന്നെയാണ്. ദൈവം നിങ്ങളെ മാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനിക്കുമെന്ന് തന്നെയാണ്. വിശുദ്ധ ബൈബിൾ എന്താ പറയുന്നത്? സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുന്നതിൻ്റെ താഴെയാണ് കിടക്കുന്നത്, ലോകം തരുന്നത് പോലെ അല്ല എന്ന്. ആമേൻ. സ്തോത്രം പറയാൻ പറ്റുമോ? എത്രയോ പേർ നിങ്ങൾക്ക് സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നു, എല്ലാവരും സമാധാന പ്രഭുക്കന്മാരും സമാധാന ദാതാക്കളും ആയിരുന്നു. അല്ല, ഇതേ സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ നമുക്ക് വേദനകൾ ഉണ്ടായിട്ടുണ്ട്. ഇതേ ബന്ധുക്കളിൽ നിന്ന് തന്നെ നമുക്ക് നിന്ദയും പരിഹാസവും വേദനകളും ഉണ്ടായിട്ടുണ്ട്. ഇതേ കൂടപ്പിറപ്പുകളിൽ നിന്ന് തന്നെ നമുക്ക് ദുഷ്പേരുകളും ദുഷിച്ച വാക്കുകളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? അവർക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമായ സമാധാനം നൽകാൻ കഴിയുന്നില്ല. അത് ഉള്ളവന് മാത്രമേ തരാൻ കഴിയുകയുള്ളൂ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ആരെയൊക്കെയോ ബലപ്പെടുത്തുകയാണ്. കുഞ്ഞെ, ഇന്ന് സമാധാനത്തിനു വേണ്ടി നിങ്ങൾ പല പരിപാടികളും പദ്ധതികളും ആവിഷ്കരിക്കുമ്പോൾ, നിങ്ങൾ സ്വൈര്യ ജീവിതത്തിന് വേണ്ടി പലതും നിങ്ങൾ തേടുമ്പോൾ, നിങ്ങൾ സ്വൈര്യത്തിനും സമാധാനത്തിനും ശാന്തിക്കും സ്വസ്ഥതയ്ക്കും വേണ്ടി, സ്വസ്ഥ ജീവിതത്തിനു വേണ്ടി നിങ്ങൾ പലതും 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 ആകാൻ ശ്രമിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ തരുന്ന സമാധാനം, യേശു തരുന്ന സമാധാനം, അത് ലോകം തരുന്നത് പോലെ അല്ല. അത് ലോകം തരുന്നത് പോലെ അല്ല. അത് ലോകം തരുന്നത് പോലെ അല്ല. നിന്റെ അപ്പൻ തന്നതുപോലല്ല, അമ്മ തന്നതുപോലല്ല, കൂടപ്പിറപ്പുകൾ തന്നതുപോലെ അല്ല. വ്യത്യസ്തമായ ഒന്ന്, വ്യത്യസ്തമായ നിലയിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. 16-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം പറയുന്നു: നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. സുഹൃത്തേ, ഇത് പറയുന്ന ഇതേ ലോകത്തിൽ തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിച്ചപ്പോൾ കണ്ടത്. സഭയ്ക്ക് സമാധാനം ഉണ്ടായിന്ന്, സഭയ്ക്ക് ആത്മീയ വർധനവുണ്ടായിന്ന്. കലങ്ങി മറിയുന്ന ജീവിതത്തിനകത്ത് എനിക്ക് എങ്ങനെ ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ചിന്തിക്കുമ്പോൾ, ഒരു സമാധാനവുമില്ലാത്ത ഭവനത്തിനകത്ത് ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയും എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുമ്പോൾ, ഒരനുകൂല കാലാവസ്ഥയും ഇല്ലാതിരിക്കുന്ന അനുഭവത്തിൽ ഞാൻ എങ്ങനെ വളരണം എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുമ്പോൾ, എനിക്കൊരാത്മീയ അഭിവൃദ്ധി എങ്ങനെ ഉണ്ടാകും, അതിനെനിക്ക് തക്കവണ്ണം ഉള്ള അന്തരീക്ഷം ഇവിടെ ഇല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, ആദിമസഭയെക്കുറിച്ച് ദൈവാത്മാവ് പറയുന്നു: ലോകത്തിൽ കഷ്ടമുള്ളപ്പോൾ, പീഡനങ്ങളുള്ളപ്പോൾ, പോരാട്ടങ്ങളുള്ളപ്പോൾ, പ്രതിസന്ധികളുള്ളപ്പോൾ ആദിമസഭ ആത്മാവിൽ വളർന്നു, അഭിവൃദ്ധി പ്രാപിച്ചു, അവർ വർദ്ധിച്ചു പെരുകി എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നെങ്കിൽ, മാന്യ സുഹൃത്തെ, ദൈവാത്മാവ് പറയുന്നു, അനുകൂല കാലാവസ്ഥയ്ക്കകത്തല്ല, പ്രതികൂല കാലാവസ്ഥയ്ക്കകത്താണ് ഭക്തന്മാർ വളർന്നിട്ടുള്ളത്. സ്വൈര്യ ജീവിതത്തിനകത്തല്ല, സ്വസ്ഥത നശിച്ച ഇടത്താണ് ദൈവം ചിലതിനെ പണിതെടുത്തിട്ടുള്ളത്. ഇന്നും ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ നിങ്ങളുടെ കാലാവസ്ഥ അനുകൂലമാകണമെന്നില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ കാലാവസ്ഥയിലേക്ക് പ്രവേശിച്ചാൽ മാത്രം മതി. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്നായി വരാൻ?
ദൈവം നിങ്ങൾക്ക് സമാധാനം തന്നാൽ, ദൈവം നിങ്ങൾക്ക് സ്വസ്ഥത വരുത്തിയാൽ, ദൈവം നിങ്ങളെ മാനിച്ചാൽ നിങ്ങൾക്ക് ആ നിലയിൽ വളരാൻ പറ്റും. എല്ലാവരും അംഗീകരിക്കുമ്പോൾ വരുന്നതല്ല ആത്മീയ അഭിവൃദ്ധി, എല്ലാവരും കൈയടിക്കുമ്പോൾ വരുന്നതല്ല ആത്മാവിൻ്റെ സാന്നിധ്യം. ദൈവം കണ്ട താങ്കൾ ദൈവത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കയറുമ്പോൾ, ആത്മാവാകുന്ന ദൈവത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ വന്നു കയറുന്ന ഒന്നാണ് സമാധാനം. ഇത് നിങ്ങൾക്കൊന്നും ആകാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം, ഒന്നും പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കും, ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം, ഒരു പേരും എടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷേ ദൈവം പറയുന്നു, നിങ്ങൾക്ക് അധ്വാനിച്ചാൽ പണമുണ്ടാകും, നിങ്ങൾ പ്രവർത്തിച്ചാൽ കാര്യങ്ങൾ നടക്കും. പക്ഷെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ കഴിയാത്തതും ആർക്കും തന്ന് നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒന്നുമാണ് ദൈവം തരുന്ന സമാധാനം. ആ ദൈവം തരുന്ന സമാധാനത്തിലേക്ക് മക്കളെ, മക്കളുള്ളവർക്ക് സമാധാനമില്ല, അമ്മയപ്പന്മാരുള്ളവർക്ക് സമാധാനമില്ലെന്നും മക്കൾ പറയുന്നു. അമ്മയപ്പന്മാർക്ക് മക്കളില്ല എന്ന് പറഞ്ഞ് ആ സമാധാനക്കേട് പറയുന്നു. അമ്മയും അപ്പനും ഉണ്ട്, മക്കളുമുള്ളവർക്ക് ജീവിതത്തിൽ സമാധാനം ഇല്ലെന്ന് അവർ പറയുന്നു. പക്ഷെ യേശു പറയുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയാളിയായ യേശുക്രിസ്തുവിൻ്റെ ആ അനുഭവങ്ങളിലേക്ക് ഇന്ന് ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ആദിമസഭയിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഒന്ന് മാത്രമേ ചെയ്തുള്ളൂ, പരിശുദ്ധാത്മാവിന് ഇടം കൊടുത്തു. പരിശുദ്ധാത്മാവിന് ഇടം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതത്തിൽ ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത ഒരു സമാധാനം ദൈവം അവിടെ കൊടുത്തു. തൽഫലമായി എന്ത് സംഭവിച്ചു? ആത്മീയ അഭിവൃദ്ധി അവരുടെ സഭയ്ക്കകത്തുണ്ടായി. പീഡനങ്ങൾ സഭയിൽ നിന്ന് അകന്നുപോയി. സഭ വളർന്നു, സഭ വർദ്ധിച്ച് എല്ലാ അളവിലും അത് പെരുകി തുടങ്ങി. സുഹൃത്തെ, നിന്റെ ജീവിതത്തിൽ, ഭവനത്തിൽ പീഡനങ്ങൾ വർദ്ധിക്കുന്നുണ്ടോ? മാനസിക പീഡനം വർദ്ധിക്കുന്നുണ്ടോ? സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോ? സന്തോഷം ഇല്ലാതെ പോകുന്നുണ്ടോ? ഐശ്വര്യം കെട്ടുപോകുന്നുണ്ടോ? ആത്മീയ അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? എന്നാൽ ദൈവം അത് പുനഃസ്ഥാപിക്കാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവം അത് പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശഖത മധുനഹതുന ഋഗതനകശക്തരെ പ്രബല ഋഗതരകചതുനി വിവിധ ശബ്ദന. ദൈവം അത് പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, ആ സമാധാനം എൻ്റെ ജീവിതത്തിൽ ഒന്ന് പുനഃസ്ഥാപിക്കണം. ദൈവം തരുന്ന സമാധാനത്തിൽ എനിക്കൊന്ന് വളരണം. ദൈവം തരുന്ന സ്വസ്ഥതയിൽ എനിക്കൊന്നായിത്തീരണം. എല്ലാ അസമാധാനങ്ങളും നിങ്ങളുടെ കുടുംബം വിട്ട് നീങ്ങുന്ന സമയം, എല്ലാ ഇരുട്ടിൻ്റെ ദോഷങ്ങളും നിങ്ങളുടെ ഭവനം വിട്ട് നീങ്ങുന്ന സമയം, എല്ലാ ഇരുട്ടിൻ്റെ കയറുകളും നിങ്ങളുടെ ഭവനം വിട്ട് അഴിയുന്ന സമയം, ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അസമാധാനം കൊണ്ടുവരുന്ന, ഭയം കൊണ്ടുവരുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളും ദൈവാത്മാവ് തകർക്കുന്നു. ഭയം, ആശങ്ക, നിന്റെ വീടിനകത്തുനിന്ന് എല്ലാ ദോഷങ്ങളും ഇന്ന് ദൈവം എടുത്തു മാറ്റുക. എല്ലാ ദോഷങ്ങളും ദൈവം ഇന്ന് എടുത്തു മാറ്റുകയാണ്. ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ടെന്നുള്ളത് നീ പറഞ്ഞിട്ടല്ല, ദൈവം അറിഞ്ഞതാ.
ദൈവം അറിഞ്ഞതിനാ ദൈവം സമാധാനം കൊടുത്തത്. ദൈവം അറിഞ്ഞതിനാ ദൈവം സമാധാനം കൊടുത്തത്. നിങ്ങളുടെ വീടിനകത്ത് സമാധാനം ഇല്ലെന്ന് ദൈവത്തിനറിയാം. നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് സമാധാനം ഇല്ലെന്ന് ദൈവത്തിനറിയാം. നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊണ്ടോ വൈഫിനെ കൊണ്ടോ ആകട്ടെ നിങ്ങൾക്ക് സമാധാനം ഇല്ലെന്നുള്ളത് ദൈവത്തിനറിയാം. നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ടെന്നുള്ളതും അതിനാൽ തന്നെ നിങ്ങൾക്ക് സമാധാനം ഇല്ലെന്നുള്ളതും ദൈവത്തിനറിയാം. നിങ്ങൾക്കൊരു ഭാവിയുണ്ടെന്നും ആ ഭാവിയിൽ നിങ്ങൾക്കൊരു സമാധാനം ഇല്ലെന്നും ഭാവിയെ ചൊല്ലി നിങ്ങൾക്കൊരു സമാധാനം ഇല്ലെന്നുള്ളത് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, അത് ഞാൻ നിനക്ക് തരുന്നു, അത് ഞാൻ നിനക്ക് തരുന്നു, ഓ അത് ഞാൻ നിനക്ക് തരുന്നു. നിനക്ക് സൗഖ്യം ഇല്ലെന്നും നീ സൗഖ്യം ആയില്ല എന്നും അതുകൊണ്ട് നിനക്ക് അതിനെ ചൊല്ലി സമാധാനം ഇല്ലെന്നും ദൈവത്തിനറിയാം. അതുകൊണ്ടാ യേശു പറഞ്ഞത്, നിനക്കില്ലാത്തത് ഞാൻ നിനക്ക് തരുന്നു, നിനക്കില്ലാത്തത് ഞാൻ നിനക്ക് തരുന്നു, നിനക്കില്ലാത്തത് ഞാൻ നിനക്ക് തരുന്നു. അത് അവന്റെ കയ്യിലുള്ളത് കൊണ്ടാ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞേ, നമുക്ക് തരുന്നു എന്ന് പറഞ്ഞേ. അത് യേശുവിന്റെ കയ്യിലുള്ളത് കൊണ്ടാ അത് എനിക്ക് തരുന്നു എന്ന് പറഞ്ഞേ. എനിക്കിനി ആര് തന്നില്ലേലും, ഒന്ന് പറഞ്ഞേ, എനിക്കിനി ആര് തന്നില്ലേലും എനിക്ക് തരാമെന്ന് പറഞ്ഞവൻ എനിക്കുള്ളത് ഒരുക്കി കഴിഞ്ഞു. കമോൺ, എനിക്ക് തരാമെന്ന് പറഞ്ഞത്, ഓ ഷൈഡസ് കമനെ, ചില വർഷങ്ങൾക്ക് മുന്നേ അവൻ പറഞ്ഞതായിരിക്കാം, നാളുകൾക്ക് മുന്നേ പറഞ്ഞതായിരിക്കാം. അബ്രഹാം വാഗ്ദത്തം കേട്ടിട്ടും ചില വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. കാത്തിരിക്കേണ്ടി വന്നെങ്കിലും വാഗ്ദത്തം അവിടെ നിവൃത്തിയായതുപോലെ ദൈവം നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, പക്ഷേ അവിടുന്ന് അത് നിവർത്തിക്കും, അവിടുന്ന് അത് നിവർത്തിക്കും. നിന്റെ എല്ലാ സ്വാതന്ത്ര്യ കുറവുകളും ഈ സമയം മാറിപ്പോകട്ടെ. പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത, ആരാധനയ്ക്ക് പോകാൻ സ്വാതന്ത്ര്യമില്ലാത്ത, ഉപവാസമെടുക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത, സ്വയമായ ഒരു തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത എല്ലാ സ്വാതന്ത്ര്യ കുറവുകളും ഈ സമയം പൊട്ടിമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗഭയം കൊണ്ട് ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥകൾ ഇപ്പോൾ മാറട്ടെ. ഓ ഹല്ലേലൂയ. ഇപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ച് ആവശ്യങ്ങളുടെ മേലൊരു സമാധാനം ഉണ്ടാകട്ടെ. നിങ്ങൾ പ്രാർത്ഥന വിഷയങ്ങളായി വെച്ചിരിക്കുന്ന എല്ലാറ്റിന്മേലും ഒരു സമാധാനം ദിവ്യാത്മാവ് കൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. പിതാവേ, ഞാൻ ഈ കാണുന്ന ഓരോ ജനത്തെയും ഏൽപ്പിച്ചു തരുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവിക സമാധാനം, ദൈവിക സ്വസ്ഥത, ദിവ്യാശ്വാസം ഈ മക്കളുടെ മേൽ അവിടുന്ന് പകരുക നാഥ. ഇവരെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ സമാധാനം ദൈവം ഈ ജനത്തിന് കൊടുക്കണമേ. ഞാൻ ഇവരെല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഇവരൊരു അനുഗ്രഹമായിരിക്കട്ടെ. ആശീർവദിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കുമല്ലോ. ഒപ്പം എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 ലൈവായിട്ട് നടക്കുന്ന ഞങ്ങളുടെ മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കുക. എല്ലാ ദിവസവും ഉണ്ട്, പങ്കെടുക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പായിട്ട് അറിയിക്കാം. വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. അത്യാവശ്യ കോൾസ് എങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ദിവസവും നിങ്ങൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ എല്ലാ ദിവസവും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കണം. മറ്റുള്ളവരോട് ഇതുവരെ ഞങ്ങളുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് അറിയിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങളും അറിയിക്കണം. അങ്ങനെ നിങ്ങൾ ആത്മാവിൽ ആദിമസഭ വളർന്നതുപോലെ നിങ്ങൾ വളരാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ മാനിക്കും. നിങ്ങളുടെ ജീവിതം ഒരുപാട് പേർക്കൊരു പ്രചോദനമായി മാറും. നിങ്ങളുടെ വിശ്വാസം ഒരുപാട് പേർ മാതൃകയാക്കും. ആ നിലയിൽ ദൈവം നിങ്ങളെ സഹായിക്കും, ബലപ്പെടുത്തും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ അയക്കുന്നതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും പരിപാലിക്കട്ടെ. God bless you. Take care.